വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025. ഈ ഒരു എക്സാമിന് ഇനി 7 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ നിർബന്ധമായും ഫോളോ ചെയ്യേണ്ട സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടന്റിന്റെ 3 ബാച്ചസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്പർ 1 മോക്ക് ടെസ്റ്റ് മാത്രമായിട്ടുള്ള ബാച്ച്, നമ്പർ 2 മോക്ക് ടെസ്റ്റ് പ്ലസ് MCQs, ദെൻ ക്രാഷ് ബാച്ച്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് കോമേഴ്സ് ബേസിൽ വരുന്ന സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. സോ ആ ഒരു ബാച്ചിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇനി നമ്മുടെ മുമ്പിൽ 7 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മൾ ഇന്ന് തുടങ്ങിയത് നമ്മുടെ ജേണി. നമ്മുടെ ഡെയിലി MCQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 100-ൽ പരം വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഈ ഒരു 7 ദിവസം നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്പർ 1, നിർബന്ധമായും മോക്ക് ടെസ്റ്റ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിരിക്കണം. എക്സാമിന് മുമ്പ് ഏകദേശം ഒരു 10 മുതൽ 15 വരെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ആ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞു. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിനേക്കാൾ മുമ്പ് തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. നമ്പർ 1, ആദ്യത്തെ 1-2 എണ്ണം വളരെ സിംപ്ലസ്റ്റ് മോക്ക് ടെസ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ട്രാക്കിലോട്ട് പതുക്കെ വരും, നമുക്ക് കോൺഫിഡൻസ് വരും. സിംപ്ലസ്റ്റ് 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ അതിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ ലെവല് കയറ്റി കൊണ്ടുവരണം. ഒരു മീഡിയം ലെവല്, പിന്നെ സ്റ്റേറ്റ്മെന്റ് മിക്സ്, ഡിറക്റ്റ് ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ്, കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മോക്ക് ടെസ്റ്റ് പോലെ പ്രാക്ടീസ് ചെയ്യണം. ഇതൊക്കെ ചെയ്തു വരുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് അവിടെ കൂടുക. സോ ഈ രീതിയിൽ നിങ്ങൾ ട്രാക്കിലോട്ട് വരികയാണെങ്കിൽ 25-ാം തീയതി നേരെ എക്സാം ഉള്ളെത്തുന്നു, നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതല്ലാണ്ട് മോക്ക് ടെസ്റ്റ് ഒന്നും എടുക്കാണ്ട് കുറേ നാൾക്ക് ശേഷം ആദ്യമായിട്ട് പോയി എക്സാം 25-ാം തീയതി 11 മണിക്ക് എഴുതുകയാണെങ്കിൽ ആകെ കയ്യിന്ന് പോകും. ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. ലാസ്റ്റ് മൊമെന്റിൽ കലമുടക്കരുത്. അതുകൊണ്ടാണ് ഞാൻ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. എന്താ മോക്ക് ടെസ്റ്റ്? നമ്മൾ 25-ാം തീയതി എഴുതാൻ പോകുന്ന എക്സാമിൻ്റെ അതേ പാറ്റേൺ സിലബസ് ബേസിൽ വെച്ചിട്ട് എക്സാം എഴുതാണ്. ഇപ്പം നമ്മുടെ ആപ്പിലൂടെ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 90 മിനിറ്റ്സ് ടൈം കൊടുക്കുന്നു. ഈ പറയുന്ന 100 ചോദ്യങ്ങൾ നിങ്ങൾ ഓരോ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്ത് പോവുക. ഒരു ചോദ്യത്തിന് 1 മാർക്ക്, ദെൻ 1/3 മാർക്ക് നെഗറ്റീവ്. ഒരെണ്ണം തെറ്റി കഴിഞ്ഞാൽ 1/3 നെഗറ്റീവ്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകണം. നേരെ പോയിട്ട് വലിയ ടഫസ്റ്റ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കരുത്. ഗ്രാജ്വലി പോകണം എന്നുള്ളതാണ്. നമ്മൾ ആപ്പിൽ ബൂസ്റ്റർ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വളരെ സിംപ്ലസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് 100 രൂപ മാത്രമാണ്. നമ്മുടെ മോക്ക് ടെസ്റ്റ് ബാച്ചിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 മുതൽ 15 വരെ മോക്ക് ടെസ്റ്റും, അതുമാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഈ മോക്ക് ടെസ്റ്റിൻ്റെ അതേ പാറ്റേണിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇത് മസ്റ്റാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ നിർബന്ധമായും MCQs പ്രാക്ടീസ് ചെയ്യൽ തന്നെയാണ്. ഒരു ദിവസം മിനിമം ഒരു 2 മൊഡ്യൂൾ എടുക്കുക, 2 സബ്ജക്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടാക്സ് എടുത്തു, അതിൻ്റെ കൂടെ മാനേജ്മെന്റ് എടുക്കുക. അപ്പോൾ 2ൻ്റെയും MCQs പ്രാക്ടീസ് ചെയ്യുക. MCQs പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൺസെപ്ച്വൽ ക്ലാരിറ്റി കൂടി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ 2-3 സബ്ജക്റ്റുകൾ വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ മോക്ക് ടെസ്റ്റും അതിൻ്റെ കൂടെ MCQ പ്രാക്ടീസും കൂടി ആകുമ്പോൾ അവിടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് വരും. ദെൻ ഓൾറെഡി നല്ല രീതിയിൽ 10 മൊഡ്യൂളും കവർ ചെയ്തിട്ടുള്ള കുട്ടികൾ പിന്നെ റിവിഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഇതുവരെ ടച്ച് ചെയ്യാത്ത പുതിയ ഏതെങ്കിലും ഏരിയാസ് ഉണ്ടെങ്കിൽ അതിലോട്ട് കടന്ന് വെറുതെ സമയം വേസ്റ്റ് ചെയ്യരുത്. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം.
റിവിഷൻ ആണ് ഈ ഒരു സമയത്ത് വേണ്ടത്. എത്രത്തോളം നിങ്ങൾ റിവിഷൻ നടത്തുന്നു അത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. തിയറി മൊഡ്യൂൾസ് 6 ആദ്യം പഠിച്ച് അവസാനിപ്പിക്കുക, അതിനുശേഷം പ്രോബ്ലംസിലോട്ട് കിടക്കുക. പറഞ്ഞ പോലെ തന്നെ തൊടാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ ഇപ്പൊ തൊടാൻ നിൽക്കരുത്, കൂടുതൽ പ്രശ്നത്തിലോട്ട് എത്തിക്കുള്ളൂ. ഓൾറെഡി തറവായിട്ട് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുക. ദെൻ എക്സാം 25-ാം തീയതി 11 മണിക്കാണ്, 10:30 നിങ്ങൾക്ക് എത്തണം. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ടൈമിങ് നിങ്ങൾക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് 7 ദിവസങ്ങൾ നിങ്ങൾ നിർബന്ധമായും ഈ 3 കാര്യങ്ങൾ ചെയ്തിരിക്കണം. മോക്ക് ടെസ്റ്റ് മസ്റ്റാണ്, ദെൻ MCQ പ്രാക്ടീസ്, ദെൻ റിവിഷൻ. ഓക്കെ, അപ്പോൾ 10 മൊഡ്യൂളിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും നല്ല സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.